എനിക്ക് നോക്കിയ ഓർമ്മയുണ്ടോ? ഉം. അതുപോലെ കോഡക്ക്, പിന്നെ ബ്ലാക്ക്ബെറി, അതല്ലെങ്കിൽ യാഹു, ഇവരൊക്കെ ഭയങ്കര വലിയ കമ്പനീസ് ആയിരുന്നു. ഒരു കാലത്ത് ലോകത്തിലെ തന്നെ വലിയ കമ്പനികളിലൊന്നായിരുന്നു ഇതെല്ലാം. പക്ഷെ അവരൊക്കെ ചെയ്ത തെറ്റായിരുന്നു എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കാലത്തിനനുസരിച്ചിട്ട് അതല്ലെങ്കിൽ നമ്മളെ ലോകത്ത് പുതിയ പുതിയ മാറ്റങ്ങൾ വരുന്ന സമയത്ത് അതിനനുസരിച്ചിട്ട് മാറിയിട്ടില്ല. നോക്കിയ ആൻഡ്രോയിഡിലേക്ക് മാറാൻ വിസമ്മതിച്ചു. അതുപോലെ ബ്ലാക്ക്ബെറി അവരുടെ ഫിസിക്കൽ കീബോർഡ് എപ്പോഴും കീപ്പ് ചെയ്തു, അത് അവരുടെ സിഗ്നേച്ചറാന്ന് പറഞ്ഞിട്ട്. പിന്നെ കോഡൊക്കെ ഡിജിറ്റൽ ക്യാമറയിലേക്ക് മാറാൻ വിസമ്മതിച്ചു. പിന്നെ യാഹു അതുപോലെ അവരുടെ മേഖലയിൽ, ഈ സെർച്ച് എഞ്ചിൻ മേഖലയിലൊന്നും അപ്ഡേറ്റ് ആവാൻ ശ്രമിച്ചില്ല, ഗൂഗിളിനെ പോലെ. അപ്പൊ ഇതിനുള്ള ഒരു പാഠം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ എപ്പോഴും കാലാകാലങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട്, നമ്മുടെ ടെക്നോളജിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് നമ്മൾ അഡാപ്റ്റ് ചെയ്ത് വരണം. നമ്മൾ പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് നമ്മളെ സെൽഫ് അപ്ഡേറ്റ് ചെയ്തിട്ട് വരണം. അതല്ലാന്നുണ്ടെങ്കിൽ ഈ കമ്പനികൾക്ക് സംഭവിച്ച പോലെ നമ്മളും ഔട്ട്ഡേറ്റഡ് ആയിട്ട് ആർക്കും വേണ്ടാത്ത രീതിയിൽ ആവും.